ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ നമ്മളിത് ആ പുതിയൊരു സെഷനുമായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. ആകെ ഇനി 90 ദിവസത്തിൻ്റെ ഒരു പ്ലാന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, CPO പരീക്ഷയ്ക്കായിട്ടുള്ളൂ. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് അവസാനത്തെ 3 മാസം ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്നുള്ളൊരു ടിപ്പ് പറയാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടിപ്പാണ് എന്നെ 42ാമത്തെ റാങ്കിലേക്ക് എത്തിച്ചത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നൊരു ഉദ്ദേശ്യമുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് സെഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് ആ സെഷൻസ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. നേരെ വീഡിയോയിലോട്ട് വാ. നമ്മളിവിടെ സംസാരിക്കാനായിട്ട് ഒന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് നോക്കിയോ, നിങ്ങൂടെ കാണാം. ആദ്യം നമ്മളൊരു സ്റ്റഡി പ്ലാൻ പറയും. എത്ര ദിവസത്തെ? ഒരു 50 ദിവസത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ പറയും. പിന്നെ എങ്ങനെയാണ് ആ 50 ദിവസത്തിൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത് പറയും. പിന്നെ ഞാൻ ഫോളോ ചെയ്ത കുറച്ച് പൊടിക്കൈകൾ, അതായത് പരീക്ഷാ പഠനത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി എങ്ങനെ നമ്മളെ ഫോക്കസ് ചെയ്ത് നിർത്താം എന്നുള്ളൊരു കാര്യം കൂടെയാണ് ഈ ഒരു സെഷനിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെഷനായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഓരോന്നായിട്ട് നോക്കാം. എൻ്റെ കൂടെ കൂടിക്കോ, ഇതാ വരുന്നു. ഓക്കെ, ഈ സ്റ്റഡി പ്ലാനിൽ നമ്മളൊരു 50 ടോപ്പിക്ക്, ഇതിൽ 50 ടോപ്പിക്ക് വരുമ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും വരുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്, അത് നമുക്ക് അവിടെ പറയാം. അപ്പോൾ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് പോവാം. അതാ നോക്കിക്കോ, ഹിസ്റ്ററിയിൽ നമ്മൾ പറയുമ്പോഴത്തേക്കും വാസ്റ്റ് ടോപ്പിക്കാണല്ലേ. നമുക്ക് കേരള ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ഇന്ത്യ ഹിസ്റ്ററി പഠിക്കാനുണ്ട്, പിന്നെ വേൾഡ് ഹിസ്റ്ററിയും പഠിക്കാനുണ്ട്. ഇത്രയും കൂടെ നമുക്ക് ഭയങ്കര ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസ്പെഷ്യലി +2 ലെവലിൽ അല്ലേ, 2021 പ്രിലിംസ് മുതൽ 2024 നടന്ന +2 ലെവൽ പരീക്ഷകളെല്ലാം കൂടി കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒരു അവലോകനം നടത്താനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ അതിലേക്ക് തന്നെ പോകാം. അങ്ങനെ ആകുമ്പോൾ ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള ഞാൻ നോട്ട് ചെയ്ത് പഠിച്ച അല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാത്ത ടോപ്പിക്സ്, ഹിസ്റ്ററിയിൽ ഞാൻ തീരെയും സ്കിപ്പ് ചെയ്തിട്ടില്ലാത്ത ടോപ്പിക്കിനെ പറ്റിയാണ് ഇപ്പോൾ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ നോക്കൂ, ഇവിടെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാം. അറൈവൽ ഓഫ് യൂറോപ്യൻസ് അല്ലേ. ഇതിൽ 4 യൂറോപ്യൻസ് നമ്മൾ പോഡ ബീഫെ എന്നുള്ള കോഡൊക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ഇത് മുഴുവൻ വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഇവർ വന്നപ്പോൾ ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, നമ്മളെ ഉദയംപേരൂർ സുന്നഹദോസും കൂനൻ കുരിശ് പിന്നെ പ്രതിജ്ഞ നമുക്ക് പോർച്ചുഗീസുകാരുമായിട്ട് പറയാൻ പറ്റും അല്ലേ, ഡച്ചുകാരുമായിട്ട് പറയുമ്പോൾ കുളച്ചൽ യുദ്ധം പറയാൻ പറ്റും. ഇങ്ങനെ എക്സാമ്പിൾസ് വെച്ചിട്ട് ഇവരിവിടെ വന്നപ്പോഴുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വയ്ക്കുക, വിത്ത് ഇയർ ഡേറ്റ് ഉണ്ടെങ്കിൽ. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മലയാളിയായിട്ടുള്ള നമ്മുടെ കേരളീയനായിട്ടുള്ള ഭരണാധികാരി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാര്യം കൂടെ ഒന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക. കുളച്ചിൽ യുദ്ധം പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആരെ പറ്റി പഠിക്കും, മാർത്താണ്ഡവർമ്മയെ പറ്റിയും പഠിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. വാസ്കോഡഗാമയെ പറ്റി നോക്കുക, കർത്താസിനെ പറ്റി നോക്കുക. പിന്നെ ഇവിടെ നമ്മുടെ ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ കലാപത്തിനെ പറ്റി ആലോചിക്കുക, പഴശ്ശി കലാപത്തിനെ പറ്റി നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പോൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട കലാപങ്ങളും കൂടെ ഉൾപ്പെടുത്തി പഠിക്കുന്നതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ ഈ ടോപ്പിക്കുകളെ ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുന്നതായിരുന്നു എൻ്റെ ഒന്നാമത്തെ ശീലം എന്ന് പറയുന്നത്. അത് ഗുണം ചെയ്ത ഒരു കാര്യം തന്നെയാണ്, അത് നിങ്ങൾക്കും ഗുണം ചെയ്യും ഉറപ്പായിട്ടും. അപ്പോൾ അത്തരത്തിൽ സ്മാർട്ടായിട്ട്, കാരണം ഇനി നമുക്ക് ഒരു സിലബസ് എടുത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് മുഴുവനായിട്ട് അതിരുന്ന് നോക്കാനുള്ളൊരു സമയമില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സഹായം എടുക്കേണ്ട ഒരു സമയമാണ് ഇനിയുള്ളൊരു 3 മാസം. ആ 3 മാസം എങ്ങനെയായിരിക്കണം പഠനം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നോക്കാനായിട്ട് പോകുന്നത്. മറക്കണ്ട, ആദ്യത്തെ ടോപ്പിക്ക് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എങ്ങനെ നോക്കണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ തിരുവിതാംകൂർ രാജാക്കന്മാർ, 12 രാജാക്കന്മാരെ നമ്മൾ പഠിക്കും അല്ലെ. 1729 മുതൽ ഏകദേശം 1949 വരെയുള്ള കാലഘട്ടങ്ങളുടെ ഈ രാജകീയ കാലഘട്ടം അല്ലെ, ഏകദേശം 220 വർഷങ്ങൾ നമ്മൾ ഇതിനകത്ത് നോക്കും. ഈ രാജാക്കന്മാരെ മുഴുവൻ നിങ്ങൾ പഠിക്കുന്നതിനേക്കാളും നമുക്ക് സോർട്ട് ചെയ്ത് പഠിക്കാനുള്ള സമയമേ ഉള്ളൂ. എല്ലാ രാജാക്കന്മാരുടെയും സംഭാവനകളെ പറ്റി പഠിക്കാം, അവരുടെ നിർമ്മിതികളെ പറ്റി പഠിക്കാം, അവരുടെ കാലത്ത് എന്തെങ്കിലും പരിഷ്കാരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് പഠിക്കാം. ഇതെല്ലാം മാത്രം പഠിക്കുമ്പോൾ തന്നെ എന്താണ്, നമ്മൾ ഏകദേശം നമ്മൾ പോലും അറിയാതെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മളൊരു 90% ടോപ്പിക്ക്, മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്തിര തിരുനാൾ വരെയുള്ള എന്ന് പറയുന്ന ആ ടോപ്പിക്കിൽ നിന്നുള്ള 90% കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, അവിടെ പഠിച്ചു കഴിഞ്ഞു. അത്രയും സെറ്റാണല്ലോ. 1857 കലാപം സ്കിപ്പ് ചെയ്യാനേ പാടില്ലാത്ത ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ്. കാരണം എന്താണ്, മുഗൾ രാജവംശത്തിന്റെ പതനം പോലും ഈ ഒരു കലാപത്തിലൂടെയാണ് നമുക്കറിയാം അല്ലെ. ഇവിടെ പിന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, കലാപ നേതാക്കളും അവർ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കലാപം നയിച്ചതെന്നുള്ളത് നമുക്ക് നോക്കണം. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും
കോളിൻ ക്യാമ്പലിനെയും ഹ്യൂഗ് റോസിനെയും ഹഡ്സണെയും ഒക്കെ തെറ്റിപ്പോവും. ഇത് ഒന്ന് നിങ്ങൾ തെറ്റാത്ത രീതിയിൽ പഠിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ ഈ മേഖലയിൽ നിന്നുള്ള ഒരു മാർക്ക് വളരെ അനായാസം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഡെൽഹൌസിയുടെ ഒരു വാചകമുണ്ടല്ലോ, നമ്മളത് മറന്നു പോകരുത്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴമാണ് അവധ് എന്ന്. അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? അത് ലോർഡ് ഡെൽഹൌസിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ പറ്റിയുള്ള കാര്യം കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ ബന്ധപ്പെടുത്തി പഠിക്കുക. ലോർഡ് കാനിങ്ങിനെ പറ്റി പഠിക്കുക. 1858 ക്വീൻസ് പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ രാജ്ഞിയുടെ വിളംബരം കൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ പാർട്ട് സ്കിപ്പ് ചെയ്യരുത്. ലോക വിപ്ലവങ്ങൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏകദേശം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം തൊട്ട് ഇങ്ങറ്റത്തെ ചൈനീസ് വിപ്ലവം വരെ ഒറ്റ ഫ്ലോയിൽ മുഴുവൻ ഇരുന്ന് പഠിക്കും. ഒരുപാട് സമയം പോകും. അല്ല, നമുക്ക് അതല്ല വേണ്ടത്. പ്രധാനപ്പെട്ട സംഭവങ്ങൾ മാത്രം അല്ലേ. നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മൾ പ്രൈഡ് സ്പർജ് നമുക്ക് പഠിക്കാം അല്ലേ, ഉദാഹരണമാണ്. നിങ്ങൾ അങ്ങനെ സംഭവങ്ങൾ മാത്രം പഠിക്കുക. ഓക്കെ, അതൊരു ടൈം ലൈനായിട്ട് മൈൻഡിൽ സെറ്റ് ചെയ്യുക. അതായത് 1628 അവിടെ നിന്ന് എന്ത് സംഭവിച്ചു, ലോങ് പാർലമെന്റ് വർഷം ഏത്, പിന്നെ ബിൽ ഓഫ് റൈറ്റ്സ് വർഷം ഏത്, ഇതിങ്ങനെ പഠിച്ച് വരിക. അത് അങ്ങനെ പഠിക്കുമ്പോൾ നമ്മളൊരു ഓർഡറിൽ നമ്മളിങ്ങനെ എന്താണ് കറക്റ്റായിട്ടൊരു ഫിലിം ഇങ്ങനെ വെട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നത് പോലെ കൃത്യമായ രീതിയിൽ നമ്മുടെ എന്തുണ്ടാവും, ഈ വർഷങ്ങളും ഈ പിന്നെ സംഭവങ്ങളും എല്ലാം നമ്മുടെ മൈൻഡിലുണ്ടാവും. അത് നമുക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. അങ്ങനെ ഇപ്പൊ അമേരിക്കൻ വിപ്ലവമായിക്കോട്ടെ, റഷ്യൻ വിപ്ലവമായിക്കോട്ടെ, ഫ്രഞ്ച് വിപ്ലവമായിക്കോട്ടെ, ചൈനീസ് വിപ്ലവമായിക്കോട്ടെ, ഏത് വിപ്ലവം എടുത്താലും എന്താണ്, നമ്മൾ ആ അടുക്കി തന്നെ എന്ത് ചെയ്യുക, വർഷങ്ങൾ വെച്ച് പഠിച്ചു വരുന്നത് വളരെ നല്ലതായിരിക്കും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഒരു റിവിഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് മൈൻഡിൽ നിന്ന് പോകില്ല. നിങ്ങൾക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് തന്നെ എന്താണ് ഭയങ്കര പ്രബലമായ ഒരു ടോപ്പിക്കാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. ഞാൻ അങ്ങനെയാണ് പഠിച്ചു തീർത്തത്. പിന്നെ ലോകമഹായുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, അതായത് നമ്മുടെ അച്ചുതണ്ട് ശക്തി, ഇങ്ങനെയുള്ള കുറേ ശക്തികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ പ്രധാനമായിട്ടും ജർമ്മനി എന്തൊക്കെയാണ് ജർമ്മനിയിൽ എന്താണ് സംഭവിച്ചത്, അധികാരം നഷ്ടപ്പെട്ട രാജവംശങ്ങളെ പറ്റി നമുക്ക് പഠിക്കാൻ സാധിക്കും അല്ലേ. ഇതൊക്കെ പഠിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടാം ലോക മഹായുദ്ധം വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ പേൾ ഹാർബറിന്റെ ആക്രമണം നിങ്ങൾക്ക് പഠിക്കാം. ഹിറ്റ്ലറിനെ പറ്റി പഠിക്കാം അല്ലേ. പോളണ്ടിനെതിരായിട്ടുള്ള പിന്നെ ഈ ഹിറ്റ്ലറുടെ ആക്രമണം, ജർമ്മനിയുടെ ആക്രമണം 1939 നടന്ന് നമുക്ക് പഠിക്കാം അല്ലെ. ഓപ്പറേഷൻ സീലേൺ പഠിക്കാം, ഓപ്പറേഷൻ ബാർബറോസ പഠിക്കാം. ഇതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെയിൻ പോയിന്റുകൾ, പാൻസ്ലാവ് പ്രസ്ഥാനം എന്താണ്, പാൻ ജർമ്മൻ പ്രസ്ഥാനം എന്താണ്, ഇതൊക്കെ ഒന്ന് പഠിച്ച് പഠിക്കുക. ഓക്കെ, പ്രതികാര പ്രസ്ഥാനം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്നത് വഴി എന്താണ്, ആ ഒരു മാർക്കും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഹിസ്റ്ററി ഒന്നും പഠിക്കാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇത്രയുമെങ്കിലും ഒന്ന് നോക്കിപ്പോവുക. ഞാൻ ഇത്രയും നോക്കിപ്പോയി, എനിക്ക് അതിനുള്ള ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഇത്രയുമെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ്ലി ഞാൻ നിങ്ങളുടെ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനേ സാധിക്കില്ല. ബട്ട് റിപ്പീറ്റഡ് ടോപ്പിക്സ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് അല്ലേ. അപ്പൊ റിപ്പീറ്റഡ് ടോപ്പിക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. അത് ഐഡന്റിഫൈ ചെയ്ത് പഠിക്കുന്നവനാണ് റാങ്ക് ലിസ്റ്റിൽ മുകളിലെത്തുന്നത്. ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. ശരി, നമുക്ക് ജോഗ്രഫിയുടെ ഭാഗത്തേക്ക് പോവാം. ജോഗ്രഫിയും ഹിസ്റ്ററിയുടെ സമാനമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. കേരളയുണ്ട്, ഇന്ത്യയുണ്ട്, വേൾഡ് ഉണ്ട്. അപ്പൊ നമ്മൾ അരിച്ചെടുത്തുകൊണ്ട് ഈ ഒരു 5 ടോപ്പിക് എങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഭൂമിയുടെ ഘടന അല്ലേ, തട്ടായിട്ടിരിക്കുന്ന ഘടനകളെ പറ്റി, അവിടെ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് പഠിക്കുക. അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന ഔറോറ ബോറിയാലിസിസ് എവിടെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കുക. പിന്നെ മിസോസ്ഫിയർ അല്ലേ, മിസോസ്ഫിയറിന് ഒരു ചോദ്യം കഴിഞ്ഞ CPക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള അന്തരീക്ഷ പാളികളെ പറ്റി പഠിക്കുക. പിന്നെ നമ്മുടെ ഹോമോസ്ഫിയർ അല്ലേ, നമ്മുടെ ഭൗമമണ്ഡലം, ഇതിനെപ്പറ്റി എല്ലാം ഒന്ന് എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോകുക. വിളകളെ പറ്റി പഠിക്കുക. വിളകൾ എന്ന് പറയുമ്പോൾ റോബസ്റ്റിക്ക ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, കഴിഞ്ഞ CPക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 8-ാം തീയതി 2024 ഞാൻ എഴുതിയ CPO പരീക്ഷയെ ചോദിച്ചു റോബസ്റ്റിക്ക. അതിൽ പിന്നെ രസകരമായിട്ട് അതിൽ പഴം എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു. പലർക്കും തെറ്റിപ്പോയി, ആ ടെൻഷനിലിരുന്നുകൊണ്ടാണ്. റോബസ്റ്റിക്ക കാപ്പി കുരുവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വിളകളെ പറ്റി കൂടെ പഠിച്ചു പോകുന്നത് നമ്മുടെ ഒരു ചുരുങ്ങിയ ഒരു പഠനത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യും. വലിയൊരു ടോപ്പിക്ക് തീർന്ന ഒരു ആശ്വാസമായിരിക്കും. ഉത്തരപർവ്വത മേഖല അറിയാം നിങ്ങൾക്ക്, അമൽ സാർ ഒരുപാട് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഉത്തരപർവ്വത മേഖലയിൽ നന്നായിട്ടൊന്ന് പഠിക്കുക. ഉത്തരപർവ്വത മേഖലയിൽ വരുന്ന ഡിവിഷൻസ് പഠിക്കുക. ആ ഡിവിഷൻസിൽ എത്രയാണ് അതിൻ്റെ ഉയരം, അവിടെ എന്തൊക്കെ സ്ഥിതി ചെയ്യുന്നു, പ്രധാന പ്രത്യേകത എന്തൊക്കെയാണ്, അതിൽ വരുന്ന ചുരങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുന്ന വഴി ഒരു മാർക്ക് നമുക്ക് അവിടെ മാക്സിമം സ്കോർ ചെയ്യാൻ സാധിക്കും. ഇൻ കേസ് തിരിഞ്ഞു പോകുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് PSC അത് തന്നെ കൗണ്ടർ ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് പഠിച്ചുറപ്പിക്കുന്ന വഴി ഒരു മാർക്ക് പോവില്ല. പിന്നെ പെനിൻസുലർ പ്ലാറ്റു അല്ലെ, ഉപദ്വീപീയ പീഠഭൂമി നിങ്ങൾക്കറിയാം. അവിടെ വരുന്ന നദികളെ നിങ്ങൾക്ക് പഠിക്കാം, അവിടെയുള്ള സ്ഥലങ്ങളെ നിങ്ങൾക്ക് പഠിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പഠിക്കുന്നത് വഴി എന്താണ്, ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ഇത് വീഴും. പിന്നെ ഒരു കാര്യമുണ്ട്,
ജോഗ്രഫി നമുക്കറിയാം ഒരു ഭയങ്കരമായിട്ടൊരു ലെവലിലൊന്നും ഇതുവരെ നമ്മുടെ +2 ലെവലിൽ ചോദിച്ചു, ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുണ്ട്, സമ്മതിച്ചിരിക്കുന്നു. പക്ഷേ +2 ലെവലിൽ ഭയങ്കര ആഴത്തിലോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. പോകുന്നത് നമ്മൾ തെറ്റിക്കുന്ന ചോദ്യങ്ങളാണ് വരുന്നത്. ആ ട്രെൻഡ് മനസ്സിലാക്കുക, PSCയുടെ ട്രെൻഡ്. PSC ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ഈ ഒരു ഭാഗം പഠിക്കുന്നതിനും നല്ലൊരു ഐഡിയ കിട്ടും. ആ ഐഡിയ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് ഈ മേഖലയിലെ മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. നമുക്ക് നേരെ എക്കണോമിക്സിലേക്ക് പോകാം. 5 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. ഈ 5 മാർക്കിൽ നിങ്ങൾ 5 ഇയർ പ്ലാൻ എന്തായാലും പഠിച്ചിട്ട് പോകുക. 5 ഇയർ പ്ലാൻ അതിൻ്റെ ലക്ഷ്യങ്ങളും മസ്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക. കാരണം അതിൽ നിന്ന് ചോദ്യങ്ങൾ എസ്പെഷ്യലി നമ്മുടെ 10, 11, 12 ലക്ഷ്യം പഠിച്ചിട്ട് പോവുക. അങ്ങനെ ചോദിച്ചില്ല, പക്ഷേ 1-2 പരീക്ഷകൾ കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ 1 തൊട്ട് 12 വരെ ലക്ഷ്യങ്ങൾ അങ്ങ് പഠിച്ചോ. ഒരുപാട് സമയം എടുക്കില്ല. മാറി കോഡൊക്കെ സെറ്റ് ചെയ്ത് പഠിച്ചു വയ്ക്കണം. പ്രധാനമന്ത്രിമാരെയും പിന്നെ പ്രസിഡന്റുമാരെ ആ സമയത്തുണ്ടായിരുന്ന അവരെയും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റാണ്. ചുമ്മാ മാർക്ക് വാങ്ങിക്കാവുന്ന ഒരു ടോപ്പിക്കാണ്. എക്സൈസിനും പോലീസിനും അല്ല പല പ്രാവശ്യം എനിക്ക് തോന്നുന്നു 2022 നടന്ന CPO പരീക്ഷയ്ക്ക് 2 ചോദ്യങ്ങൾ ഒറ്റ പരീക്ഷ ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു ഭാഗമാണ്. മസ്റ്റായിട്ട് പഠിക്കുക. നീതി ആയോഗ്, ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയണമെങ്കിൽ 2023 മുഴുവൻ പരീക്ഷകളെ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഡിഗ്രി പ്രിലിംസിന്, ഡിഗ്രി മെയിൻസിന് ഇന്ന പരീക്ഷയെന്നൊന്നുമില്ല. എല്ലാ പരീക്ഷയിലും ഇൻക്ലൂഡിങ് 10th പ്രിലിംസ് 2023 ആ ഒരു ടൈമിൽ നടന്ന 2022 നടന്ന പരീക്ഷകളിലെല്ലാം നിറസാന്നിധ്യമായിരുന്നു നീതി ആയോഗും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും പഠിക്കാൻ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകരുത്. SCRT ഫാക്ട് കൃത്യമായിട്ട് നോക്കുക. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻസ് നിങ്ങൾ നെറ്റിൽ നോക്കാം. നിങ്ങൾ ജസ്റ്റ് നോ എന്ന് പറയുന്ന രീതിയിലൊന്ന് പഠിച്ചിട്ട് പോവുക. ഒരു നഷ്ടവും പഠിക്കാനാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത് വഴി ഇതിലുള്ള 1 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എക്കണോമിക്സിന്റെ ഭാഗത്ത് ആ 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ ന്യൂ എക്കണോമിക് പോളിസി അല്ലെങ്കിൽ നവസാമ്പത്തിക പരിഷ്കരണം അല്ലേ, നമ്മുടെ നരസിംഹറാവുവിനെയും മൻമോഹൻ സിംഗിനെയും പ്രധാനമായിട്ട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക്ക് വ്യക്തമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതൊരു സ്പെഷ്യൽ ടോപ്പിക്കല്ല, പ്രത്യേക ഒരു ടോപ്പിക്കായിട്ട് പഠിച്ചിട്ട് പോയാൽ പോലും നഷ്ടമില്ല. ഇത് നമുക്ക് പഞ്ചവത്സര പദ്ധതിയുടെ കൂട്ടത്തിൽ വരും. പക്ഷേ ഇതിനെന്താണ്, ഇതൊരു അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സിലബസിൽ സ്പെഷ്യലായിട്ട് ഈ സാധനം മെൻഷൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിച്ചോ, ആവശ്യമുള്ള സാധനമാണ്. പിന്നെ ഗ്രീൻ റവല്യൂഷൻ, നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ പറയാതെ തന്നെ അറിയാം അല്ലേ. പാറ്റേൺ മാറിയതിൻ്റെ അന്ന് മുതൽ എല്ലാ +2 പരീക്ഷയിലും നിറസാന്നിധ്യമായി വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഗ്രീൻ റവല്യൂഷൻ. പഠിക്കാതെ പോകരുത്. പിന്നെ ഹരിത വിപ്ലവം മാത്രമല്ല, ധവള വിപ്ലവം എന്നാണ്, ബാക്കിയുള്ള വിപ്ലവങ്ങളെല്ലാം പഠിച്ചിട്ട് പോയേ കാര്യമുള്ളൂ. പിന്നെ RBI അല്ലേ, RBI നമുക്ക് സിമ്പിൾ ക്വസ്റ്റ്യനെ വരും. ഈ ഡിഗ്രി പ്രിലിംസിനും ഡിഗ്രി മെയിൻസിനൊക്കെ വരുന്ന പോലെ മാരകമാട് ക്വസ്റ്റ്യൻ ഒന്നും വരാൻ പോകുന്നില്ല. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. നബാർഡിനെ പറ്റി കൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, നബാർഡ് അറിയാമല്ലോ, ശിവരാമൻ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1982 ജൂലൈ മാസം 12. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ഒന്ന് പൊടി തട്ടി സെറ്റായിട്ട് പോയാൽ മതി. സിമ്പിൾ 3 മാർക്കിന് ടോപ്പിക്കാണ്. 3 അടിക്കാൻ പറ്റും, മാക്സിമം 3 അടിക്കാൻ പറ്റും. പദ്ധതികൾ മാത്രം, ചിലപ്പോൾ 2 പദ്ധതി തന്നെ ചോദിക്കും, ചിലപ്പോൾ കറണ്ട് അഫെയർ ഇതിൻ്റെ ഭാഗത്തുനിന്നൂടെ ചോദിക്കും. പിന്നെ വെറ്റ്ലാൻഡ് കൺസർവേഷൻ പഠിച്ചിട്ട് പോകണം. തണ്ണീർത്തട സംരക്ഷണമാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ വർഷത്തെ പ്രമേയം എന്താണെന്ന് പഠിച്ചിട്ട് പോവുക. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ടാഗ് ലൈൻ എന്താണെന്ന് പഠിച്ചിട്ട് പോകുക. അതൊക്കെ ചോദിച്ചു 2023 പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. ഫോഴ്സ് ലെവൽ പരീക്ഷകളിൽ ഈ 2 ടോപ്പിക്കും മെയിനായിട്ട് വരുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടും പദ്ധതികൾ വരുന്നുണ്ട്. പിന്നെ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ് വെറുതെ ഒന്ന് നോക്കിപ്പോക്കോ, അത് ഭയങ്കര എളുപ്പമുള്ള ടോപ്പിക്കാണ്. പക്ഷേ പദ്ധതികൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഒരു 8 10 പദ്ധതികൾ, ഈ പറഞ്ഞ സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ എന്ത് ചെയ്യുക, കയറ്റി പഠിച്ചിട്ട് പോവുക. അത് നിങ്ങൾക്ക് വളരെ നല്ല നേട്ടമുണ്ടാകും, വളരെ നല്ല ബൂസ്റ്റും ഉണ്ടാകും. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നൊരു കാര്യമാണ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ട് പോയി, എനിക്ക് ഉപയോഗം ഉണ്ടായ കാര്യമാണ്. നിങ്ങൾക്കും ഉപയോഗം ഉണ്ടാകട്ടെ. ഓക്കെ, PSC ഇപ്പോഴും പദ്ധതിയുടെ കാര്യത്തിൽ പുറകിലോട്ടൊന്നുമല്ല, നല്ല രീതിയിൽ. അത് പദ്ധതി പഠിക്കുമ്പം ഇന്ന പദ്ധതി ഇന്നതിന് അങ്ങനെയല്ല, ഡിപ്പാർട്ട്മെൻറ്റ് പഠിക്കുക, തുടങ്ങിയ വർഷം പഠിക്കുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക, നിസ്സാരവൽക്കരിച്ച് കാണരുത്. ഓക്കെ ആണല്ലോ, ശരി. അപ്പം സിവിക്സിൻ്റെ ഭാഗത്ത് 3 മാർക്കിൻ്റെ ടോപ്പിക്കാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഫോഴ്സ് പരീക്ഷകളുടെ രാജാവ്, വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അങ്ങനെ പറയാം അല്ലേ, ഫോഴ്സ് പരീക്ഷയുടെ രാജാവ് എന്ന് തന്നെ പറയാം. ഈ രാജാവ് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ളൊരു ലിസ്റ്റിൽ വന്നതെന്ന് ഞാൻ പറയും. സീരിയസ് ആയിട്ട്, ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ ഒരു രാജാവ് ഉള്ളത് കൊണ്ടാണ് ലിസ്റ്റിൽ വന്നതെന്ന് ഞാൻ പറയും. സീരിയസ് ആയിട്ട്, എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, നോക്കിയോ, ലോക്സഭ രാജ്യസഭ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകുക. അപ്പർ ഹൗസ്, ലോവർ ഹൗസ്, അവിടുത്തെ സ്ട്രെങ്ത് എന്താണെന്ന് പഠിക്കുക. പിന്നെ എങ്ങനെയാണ് അവിടെ ഇലക്ഷൻ നടക്കുന്നതെന്ന് പഠിക്കുക. അവിടെ ആരാണ് പരമാധികാരി എന്ന് ആലോചിക്കുക. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഓർഗൻസും
മൊത്തത്തിൽ നിന്ന് പഠിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഒക്കെ പഠിച്ചിട്ട് പോവുക. ഇമ്പോർട്ടൻറ്റ് അമെൻമെൻറ്റ്സ് പഠിച്ചിട്ട് പോയവർ 42 പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. 44 സ്വത്തവകാശം ചോദിച്ചു മടുത്ത സാധനമാണ്. നാരീശക്തി വന്ദന അധിനിയമം പഠിക്കുക. 104ാമത്തെ ഭേദഗതി പഠിക്കുക. ആംഗ്ലോ ഇന്ത്യൻസിൻ്റെ ഒക്കെ പറയുന്നില്ലേ അതൊക്കെ പഠിക്കുക. പിന്നെ അങ്ങനെയുള്ള ടോപ്പിക് ഇതൊക്കെ കൂടുതലായിട്ട് പഠിച്ചു. അമെൻമെൻറ്റ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത് തന്നെ എന്താണ് നാരീശക്തി വന്ദന അധിനിയമം ഒന്ന് പഠിച്ചിട്ട് പോവുക. 2023 ചോദിച്ചേക്കാം എന്നേ പറയുന്നുള്ളൂ, ചോദിക്കുമെന്ന് ഉറപ്പില്ല. പക്ഷേ ഭേദഗതി 42 44 പഠിച്ചിട്ട് 52 പഠിച്ചിട്ട് പോകുക. 52 മിക്കവാറും ചോദിക്കുക. 71 74 പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ട് പോവുക. ഇതാ ഇവിടെ തൊട്ട് താഴെ സെപ്പറേറ്റ് ടോപ്പിക്കായിട്ട് തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട്. പഞ്ചായത്ത് രാജ് പഠിക്കുക. പഞ്ചായത്ത് രാജ് 2023 ഏറ്റവും ബെസ്റ്റ് റെഫറൻസ് 2023 ഫയർമാൻ്റെ പരീക്ഷയിലെ ചോദ്യപേപ്പറിലെ പിന്നെ പഞ്ചായത്ത് രാജുമായിട്ട് വന്ന ചോദ്യങ്ങൾ നോക്കിയിട്ട് പോവുക. വളരെ മികച്ച ചോദ്യങ്ങളാണ്, മികച്ച ചോദ്യങ്ങൾ. ഈ 2021 തൊട്ട് 24 എന്ന വരെ നടന്ന ഫോഴ്സ് പരീക്ഷകളിൽ ഏറ്റവും നല്ല രീതിയിൽ പഞ്ചായത്ത് രാജിനെ പറ്റി ചോദിച്ചിട്ടുള്ളത് 2023 ഫയർമാൻ ആണെന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നമ്മുടെ ഭരണഘടന പിന്നെ സ്ഥാപനങ്ങൾ ഏകദേശം ഒരു 10 വരും. അത് മൊത്തം പഠിക്കുക. മൊത്തം പഠിക്കാൻ വാരി വലിച്ച് പഠിക്കരുത്. നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഇങ്ങനെയാണ് വരേണ്ടത്. എങ്ങനെയാണ്? ഒന്നാമത്തെ കാര്യം അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക. മെമ്പേഴ്സിനെ പഠിക്കുക. പുതുതായിട്ട് നിയമനം നടന്നിട്ടുണ്ടോ എന്ന് പഠിക്കുക. മെമ്പേഴ്സിനെ പഠിക്കുക, പിന്നെ ഒബ്ജക്റ്റീവ്സ് പഠിക്കുക, പുതുതായിട്ട് നിയമനം നടന്നിട്ടുണ്ടോ എന്ന് പഠിക്കുക. അതോടൊപ്പം തന്നെ എന്താണ് പഠിക്കേണ്ടത്? അവിടുത്തെ ചെയർമാൻ്റെ യോഗ്യത, അംഗങ്ങളുടെ യോഗ്യത. ഈ 5 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 5 × 10 50 പോയിന്റ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് കിട്ടും. മാറിപ്പോകാതെ ഡെയിലി റിവിഷൻ്റെ ഭാഗമായിട്ട് ചെയ്യുക. പിന്നെ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. മെയിനായിട്ട് നമ്മുടെ സർക്കാരിയ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പഠിച്ചിട്ട് പോവുക. ശരി. ഭരണഘടനാ നിർമ്മാണ സഭ കളയരുത്. സിമ്പിളെന്ന് തോന്നും, പക്ഷേ അകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട്. അതിനകത്ത് തന്നെ സബ് കമ്മിറ്റീസ് ഉണ്ട്. അതെല്ലാം പഠിച്ചിട്ട് പോവുക. അതിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. നന്നായിട്ട് മാക്സിമം ഒന്ന് പഠിച്ചിട്ട് പോവുക. ഞാൻ ചോദ്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുകയല്ല, ഞാൻ പഠിച്ചിട്ട് പോയി എനിക്ക് ഉപയോഗം ഉണ്ടായ ടോപ്പിക്കാണ്. എനിക്ക് ഉപയോഗം ഉണ്ടായ കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറഞ്ഞുതരാൻ പറ്റൂ. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടു, നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മൾ പ്രഡിക്ഷൻ അല്ല നമ്മുടെ ഈ സെഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ അത്രയും അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ട 50 ടോപ്പിക്ക്. ഈ 50 ടോപ്പിക്കിൽ മാത്രം ഈ വീഡിയോ നിൽക്കുന്നില്ല, പിന്നെയും കുറച്ച് സംസാരിക്കാനുണ്ട്. അത് നമ്മൾ സംസാരിക്കും. നിങ്ങൾ മുഴുവൻ CPO നിങ്ങൾ അത്രയും സ്വപ്നം കാണുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങളിത് മുഴുവനായിട്ട് കാണുക. ഓക്കെ ആണല്ലോ. അടുത്തതാ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് മുഖ്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ അടിയന്തരാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, പഠിച്ചിട്ടേ പോവാവൂ. പിന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ഭാഗത്ത് വരുന്ന വരികൾ എഴുത്തുകാർ അല്ലേ. അവനവനാത്മസുഖത്തിനാചരിക്കുന്ന കാര്യങ്ങൾ അവരന് സുഖത്തിനായി വരയണം. സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും അല്ലേ. ജീവിതം നൽകാൻ മടിക്കുന്നതെന്തും ജീവിച്ചു ജീവിതത്തോട് ഞാൻ നേരിടും. ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം അല്ലേ. അങ്ങനെ ഒരുപാട് സാധനങ്ങളില്ലേ. ഇതെല്ലാം ഒന്ന് പഠിച്ചിട്ട് പോവുക. വളരെ രസകരമാണ്. പാണ്ഡൻ നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഭരിക്കുന്നില്ല. ക്ഷീരമുള്ളോരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്നു കൗതുകം അല്ലേ. ഇതൊക്കെ കിട്ടില്ല സാധനങ്ങളാണ്, ചുമ്മാ പഠിച്ചിട്ട് പോയോ. ഓക്കെ, അതൊന്ന് പഠിക്കുക. ഇത് വരികൾ എഴുത്തുകാർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളത്തിലാണ് തെറ്റിദ്ധരിക്കും, പക്ഷേ ഇതിവിടെയാണ് ചോദിക്കുന്നത്. ഓക്കെ ആണല്ലോ, ശരി. പിന്നെ 2025 ഓസ്കാർ, 2024 ഓസ്കാർ ചോദിച്ചു. കഴിഞ്ഞ വർഷം മികച്ച സിനിമയെന്ന് CPO പരീക്ഷ ചോദിച്ചു. അപ്പോൾ 25 ഓസ്കാർ പഠിച്ചിട്ട് പോവുക. 24 നോക്കി വെച്ചോ. ഓപ്പൺഹൈമർ, കിലിയൻ മർഫി എല്ലാം പഠിച്ചു. ഒളിമ്പിക്സ് ഫാക്ട് എന്ന് പറയുമ്പോൾ ഒളിമ്പിക്കിൻ്റെ ടാഗ് ലൈൻ പഠിക്കുക അല്ലേ. നമ്മളെ കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. പിന്നെ ഡാൻസ് ഫോംസ്, കേരളത്തിൻ്റെ തന്നെ തനതായ നൃത്തകലകളും അവയുടെ ബന്ധപ്പെട്ട വല്ല മുദ്രയോ അല്ലെങ്കിൽ കേരള കലാമണ്ഡലോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക. ഇത് ഭയങ്കര വാസ്റ്റ് ടോപ്പിക്കാണ്, പക്ഷേ സ്കിപ്പ് ചെയ്യരുത്. ഇത്രയും ഭാഗം പറഞ്ഞില്ല എന്ന് വേണ്ട. കറണ്ട് അഫയേഴ്സിനെ പറ്റി പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം. സരസ്വതി സമ്മാൻ മസ്റ്റായിട്ട് പഠിക്കുക. ഹരിവരാസനം പുരസ്കാരം എൻ്റെ അമ്പോ ചോദിച്ചിരിക്കുന്ന സാധനമാണ്. നൊബേൽ 2024 പഠിച്ചോ. ബഡ്ജറ്റ് 2024 പഠിച്ചോ. കേരള ബഡ്ജറ്റ് മെയിൻ കാര്യങ്ങൾ പഠിക്കുക. ഇവിടെ 2024 മാത്രമല്ല 25 കൂടെ പഠിച്ചോ കേട്ടോ. ഇതും സെയിം തന്നെ നോക്കിക്കോ. പിന്നെ വേരിയസ് കപ്സ് റിഗാർഡിങ് സ്പോർട്സ് പഠിച്ചോ. എന്തെങ്കിലും സ്പോർട്സിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു വേൾഡ് കപ്പ് പറഞ്ഞ് ഇന്ത്യക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടോ പഠിച്ചോ. കേരള ജ്യോതി മുഖ്യമായിട്ട് പഠിച്ചോളൂ. പിന്നെ പത്മ അവാർഡ്സ് നമ്മുടെ മലയാളികളുണ്ടെങ്കിൽ പഠിക്കുക. മലയാളികൾ പത്മ അവാർഡ്സ് പഠിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ ഏത് മേഖലയിലാണ് നേടിയെന്നുള്ളതും ആ മേഖലയും കൂടെ ഒന്ന് റിസർച്ച് ചെയ്ത് പഠിച്ചോ. അവർക്ക് എന്തെങ്കിലും അവാർഡ് പത്മ അല്ലാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ, അല്ലെങ്കിൽ ആരെങ്കിലും പോസ്റ്റ്മസ്ലി മരണാനന്തരം ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പഠിച്ചോ. പിന്നെ സുനിത വില്യംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാണ്ട് പരീക്ഷയ്ക്ക് പോകരുത്. എന്തായാലും അതിന് ചോദ്യം ഉണ്ടാകും. സുനിത വില്യംസ് അങ്ങ് പോയപ്പോൾ തൊട്ട് ഇങ്ങ് വന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. അവർ വന്ന പേടകമോ അല്ലെങ്കിൽ അവർ എത്ര നാൾ ചിലവഴിച്ചു എന്നുള്ളതോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകാം. മിക്കവാറും ചോദ്യം വരാം. പിന്നെ പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകൾ അല്ലേ,
നമ്മളെ വിവരാവകാശം, പിന്നെ മനുഷ്യാവകാശം ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ ബയോളജി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വ്യക്തമായിട്ട് രോഗങ്ങൾ, രോഗകാരികൾ മെയിനായിട്ട് പഠിച്ചിട്ട് പോയേ പറ്റൂ. ഇത് പഠിക്കാണ്ട് ബയോളജി എന്ന് പറഞ്ഞ് പോവരുത്. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. വൈറ്റമിൻസ് ആൻഡ് ഡെഫിഷ്യൻസി ഡിസീസസ് എന്ന് വേണമെങ്കിൽ പറയാം. അതും പഠിക്കാണ്ട് പോകരുത്. ജീവിതശൈലി രോഗങ്ങൾ മസ്റ്റ് തിങ്. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മസ്റ്റ് തിങ്. പഠിക്കാണ്ട് പോകരുത്. ആരോഗ്യ പദ്ധതികൾ, നമ്മൾ നേരത്തെ അവിടെ സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി പറഞ്ഞു. പക്ഷേ ഇവിടെ എന്താണ്, ആരോഗ്യ പദ്ധതികൾ നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. അതും ഇതുപോലെ എന്താണ് ഡെയിലി ഒരു 10 പദ്ധതി വെച്ച് നമുക്ക് പഠിക്കാം. അതും വ്യക്തമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി. പിന്നെ കെമിസ്ട്രിയും ഫിസിക്സും പറയാനുള്ളത്, ഇത് പ്രീവിയസ് മാത്രം പഠിച്ചിട്ട് പോയി. കാരണം ഒരുപാടുണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, 3 മാർക്കേ ഉള്ളൂ ഈ സാധനം. പക്ഷേ വാസ്റ്റായിട്ട് കിടപ്പുണ്ട്. ഞാനിത് ചുമ്മാ ടോപ്പിക്കൊന്നും വാരി വലിച്ച് പഠിക്കാനില്ല. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി അത് തന്നെ വായിച്ച് റിപ്പീറ്റഡ്ലി വായിച്ചാണ് പോയത്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യുക. പിന്നെ ഫിസിക്സ് കെമിസ്ട്രി അറിയാമെന്നുള്ള ആൾക്കാർ നോക്കിയോളൂ. എല്ലാവരും ചെയ്യണമെന്നല്ല പറയുന്നത്. എന്നാലും നമ്മളെ പോലെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ സയൻസ് പാടായിട്ടുള്ള സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ അങ്ങനെ പലരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. മനസ്സിലായി? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ശരി. ഇനിയാണ് നമ്മുടെ കളി. ഹൗ ടു പ്രിപ്പയർ എന്ന് പറയുന്നൊരു സാധനം. ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നു, മിനിമം 4 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. ഈ 4 മണിക്കൂർ നിങ്ങൾ ഒറ്റ സ്റ്റെപ്പ് ഇരിക്കണ്ട. നിങ്ങൾക്ക് രാവിലെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം, വൈകുന്നേരം 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം. ഇത് മിനിമം ആണ്, മാക്സിമം അല്ല. രാവിലെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാം, വൈകുന്നേരം 2 മണിക്കൂർ ബാലൻസ്ഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതല്ല 4 മണിക്കൂറിന് കൂടുതൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ എഫക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 100 റാങ്കിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 4 എന്നുള്ളത് 4, 6, 8 ഇങ്ങനെ പോവുക. ഓക്കെ, 4, 6, 8 മണിക്കൂറൊക്കെ ഉള്ളവർ ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യുക, പരിപാടി പഠിക്കുക. കാരണം നിങ്ങളുടെ മുമ്പിൽ ഇനി 3 മാസമേ ഉള്ളൂ. ഈ 3 മാസം ഈ 3 മാസം മറ്റു പരിപാടിയൊക്കെ ഒന്നും പോവാതെ, മറ്റു പരിപാടിക്ക് പൊക്കോ, പക്ഷേ കുറയ്ക്കുക, നല്ലപോലെ കുറയ്ക്കുക. എല്ലാ പരിപാടിയും കുറച്ചിട്ടിരിക്കുക. പിന്നെ വൈറ്റ് പേപ്പർ ടെക്നിക്ക് എന്ന് പറയുന്നൊരു ചെറിയ പരിപാടി ഞാൻ പറഞ്ഞു. ആദ്യം നിങ്ങളൊരു 5 A4 സൈസ് പേപ്പർ എടുക്കുക. ഇതിന് 5ഓ 6ഓ ഒക്കെ ആയിട്ട് മടക്കിയിട്ട് വെട്ടി ഏകദേശം ഈ കനമുള്ള പേപ്പേഴ്സാക്കി മാറ്റുക. ഈ കനം ഇത്രയും മതി. ഓക്കെ, ഈ കനമുള്ള പേപ്പേഴ്സാക്കി മാറ്റി സ്റ്റേപ്പിൾ ചെയ്യുക. സ്റ്റേപ്പിൾ ചെയ്തിട്ട് നിങ്ങളിതാ 90 ഡേയ്സ് പ്ലാൻ എന്ന് അതിൽ എഴുതിയിടുക. 90 ഡേയ്സ്, നിങ്ങൾ കണ്ടുകൂടല്ലേ, ഇവിടെ ഈ ഒരു പ്ലാൻ, ഇതിനകത്ത് 90 ഡേയ്സ് പ്ലാൻ. ഓക്കെ, 90 ഡേയ്സ് പ്ലാൻ എന്ന് പറഞ്ഞ് എഴുതിയിടുക. അതിനകത്ത് ഓരോ ദിവസം ഡേ 1, ഡേ 2, ഡേ 3 എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ അഡ്രസ്സ് ചെയ്ത ടോപ്പിക്ക് നിങ്ങൾ എന്തൊക്കെ പഠിച്ചാലും എന്ത് ചെയ്യുക, ഡേ 1 ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഡേ 2 ഞാൻ ഇത്രയൊക്കെ ചെയ്തു, ഡേ 3 ഞാൻ ഇത്രയൊക്കെ ചെയ്തു. ഇത് ചെയ്യുന്നതിൻ്റെ ഉപയോഗം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ മാക്സിമം 1 ഡേ 2 ഡേ 3rd ഡേ റിവിഷൻ വൈ. അപ്പം എന്താണ്, നിങ്ങൾക്ക് ഒരാഴ്ച 2 റിവിഷൻ വെച്ചിട്ട്, റിവിഷൻ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതിങ്ങനെ ചെയ്തു നോക്കുക. പിന്നെ ഈ പേപ്പർ മറിച്ച് ഡേ 1 ഇത്ര ടോപ്പിക്ക് പഠിച്ചു, ഡേ 2 ഞാൻ ഇത്ര ടോപ്പിക്ക് പഠിച്ചു, ഡേ 3 ഇത്ര ടോപ്പിക്ക് പഠിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറൂടെ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ വാരി വലിച്ച് വേണ്ട. അതിൽ തെറ്റുന്ന ചോദ്യങ്ങൾ മറ്റൊരു ബുക്കിൽ എഴുതുക. എന്നിട്ട് അതിൻ്റെ ടോപ്പിക്ക് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, ആ ഒരു ടോപ്പിക്ക് അണ്ടർലൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ടോപ്പിക്ക് ഒന്നുകൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്ത് പഠിച്ചിട്ട് തിരിച്ചു വരിക. ഓക്കെ ആണല്ലോ? അപ്പം നിങ്ങൾക്ക് ആ ടോപ്പിക്കും കൂടെ റിവിഷനായി മാറുകയാണ്. ആ ക്വസ്റ്റ്യനും പിന്നെ തെറ്റില്ല. ഓക്കെ ആണല്ലോ? ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ, തിങ്സ് ദാറ്റ് ഐ ഫോളോ, ഞാൻ ഫോളോ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ കൂടുതൽ വെള്ളം കുടിച്ചു. ഒരു ദിവസം കുറഞ്ഞത് 4 ലിറ്റർ വെള്ളം. എനിക്ക് അത്രയും കുടിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എന്നാലും ഞാൻ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി. കാരണം നമ്മൾ പഠിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കായികാധ്വാനം പോലെ നമ്മളെ ബ്രെയിനാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബ്രെയിന് ഒരു അൺസർട്ടനിറ്റിയിലോ അല്ലെങ്കിൽ ഒരു ഒട്ടും ഡിസ്കംഫോർട്ടായിട്ടോ ബ്രെയിന് വർക്ക് ചെയ്യില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, നമ്മൾ കുറേ വെള്ളം കുടിക്കണം. കുറേ വെള്ളം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതുള്ള മടമട വെള്ളം വരെ നമ്മൾ എപ്പോഴും ചൂടാക്കി തണുപ്പിച്ച വെള്ളമാണ് കുപ്പിയിലാക്കി കുടിച്ചുകൊണ്ടിരിക്കുക. അത് കുടിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, പ്രോപ്പർ റെസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുക. ഹെക്റ്റിക് ആയിട്ടൊന്നും പഠിക്കരുത്. അത് ബ്രെയിനെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ്. ചെറിയ റെസ്റ്റുകൾ എടുക്കുക. ഒരു ചെറിയ പാട്ടൊക്കെ കേൾക്കുക. നമ്മളാണെങ്കിൽ എൻ്റെ മറ്റേ പാട്ടല്ല, ഞാനത് പാടുന്നില്ല, ഒരു മായാമഞ്ചലിൽ പാടി തൊലയ്ക്കുന്നില്ല, എന്നാലും മായാമഞ്ചലിൽ പോകും തെന്നലേ. എനിക്ക് ഈ പാട്ട് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. കാരണം ഞാൻ ഈ പാട്ട് സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. അതായത് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുമ്പോൾ പോകും, ഈ പാട്ട് കേൾക്കും, ഭയങ്കര റിഫ്രഷ് ആയിട്ട് തിരിച്ചു വരും. അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ലെസ് ഷുഗർ, വേറൊന്നുമല്ല, നിങ്ങൾ ഇപ്പോഴേ ഷുഗർ കട്ട് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിരിക്കും. നിങ്ങൾക്കത് ഫിസിക്കലിന് പോകുമ്പോഴും ഉപയോഗപ്പെടും. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ പഞ്ചസാരയൊക്കെ നല്ല രീതിയിൽ കുറച്ചിട്ടാണ് സംഭവം. ഞാൻ ഇപ്പം അങ്ങനെ ഒട്ടും ഏകദേശം ഒരു 85-90% ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല. ഞാൻ ഇപ്പോഴും വിത്തോട്ട് ചായ, നമുക്ക് ഷുഗർ ഉള്ളതുകൊണ്ടല്ല, അതൊരു ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞു. അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. കാരണം നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ആർക്കും ചോദിച്ചോ. പിന്നെ ലെസ് കഫീൻ. എനിക്ക് ചില കൂട്ടുകാരന്മാരുണ്ട്, ചുമ്മാ ഇരിക്കുമ്പോൾ അളിയാവാ ചായ കുടിക്കുമ്പോൾ ഇത് മാത്രമേ മൈൻഡ്. ചായക്കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു ചായ നിൽക്കില്ല. ചിലപ്പോൾ ചായ 2 ചായ ആവും. ചിലപ്പോൾ 2 ചായക്കപ്പുറം 4-5 കടിയൊക്കെ പോകും. മനസ്സിലായില്ലേ?
അതായത് പൈസ പോകുന്നതിൻ്റെ മാത്രമല്ല നമ്മുടെ ഹെൽത്തിനും ദോഷമാണ്. നമ്മുടെ ഒരുപാട് പൊരിക്കുന്ന എണ്ണകളാണ് നമ്മൾ ഈ സാധനം വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? നമ്മളിത് കഴിച്ച് കാരണം ഇത് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ നാളെ പോയി ചായ കുടിക്കും, അല്ലെങ്കിൽ പോട്ടെ കടിയെടുക്കും, കുഴപ്പമില്ല. എല്ലാ മനുഷ്യനും ക്രേവിങ്സ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അപ്പോൾ നമ്മളെ ക്രേവിങ്സിനെ കുറച്ച് നടക്കി നിർത്തുക. നിങ്ങൾ 2 കടി എടുക്കുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യുക, ഒന്നായിട്ട് കുറയ്ക്കുക. പിന്നെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു കടി എടുത്തിട്ട് പകുതി കൂട്ടാൻ കൊടുക്കുക. എന്നിട്ട് ഈ കടി എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്യുക, വല്ലപ്പോഴും ആക്കുക. എന്തും വല്ലപ്പോഴും ആക്കുക. ഒന്നും കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വല്ലപ്പോഴും ആക്കുക. വല്ലപ്പോഴും ആക്കുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുകയല്ല, എന്നാലും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ട്. നമ്മുടെ മൈൻഡും ബോഡിയും ഒരുപോലെ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. ഞാൻ ഇപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അതുകൊണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇൻക്ലൂഡ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മുട്ടയുടെ വെള്ള, പിന്നെ പ്രോട്ടീൻ സോഴ്സ് പയറൊക്കെ മുളപ്പിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ ചുവ നിങ്ങൾക്ക് അതിൻ്റെ ഈ നമ്മൾ കഴിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ഒരു ചെറിയൊരു ഇത് ചുവയ്ക്കും. അത് നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പയർ അവിച്ച് കഴിക്കാം കുറച്ച്, പിന്നെ പെരുമ്പയർ കഴിക്കാം. അങ്ങനെ എന്ത് ചെയ്യുക, അങ്ങനെ കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ എന്ത് ചെയ്യുക, ഡയറ്റിലൊന്ന് ആഡ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും, ഒരു കുഴപ്പമില്ല. പിന്നെ പ്രോപ്പർ സ്ലീപ്പ്. നിങ്ങൾ ഒരു 5 മുതൽ 6 മണിക്കൂർ വരെയോ അല്ലെങ്കിൽ 4 മുതൽ 5 മണിക്കൂർ ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ ഈ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്നത് തെറ്റാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അതായത് ജസ്റ്റ് ഒരു റോബോട്ട് പോകുമ്പോൾ തന്നെ ഞാൻ ഇത്ര സമയത്ത് എഴുന്നേക്കും, ഇത്ര സമയം പഠിക്കും, ഞാൻ ഇത്ര സമയത്ത് കിടക്കും, അങ്ങനെ. അപ്പോൾ കിടക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഫോണൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക, നല്ലപോലെ ഒന്ന് മുഖമൊക്കെ കഴുകി ജസ്റ്റ് നല്ല ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ചലിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3-4 പാട്ടോ ഒക്കെ കേട്ട് നിങ്ങൾ ആ ഉറക്കത്തിൻ്റെ ലോകത്തേക്ക് അങ്ങ് വഴുതി വീഴുക. ഞാനിവിടെ നിന്ന് ഉറങ്ങുന്നില്ല, വഴുതി വീഴുക, പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അതൊന്ന് ചെയ്യുക. രാവിലെ നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. കാരണം അത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നൊരു ബൂസ്റ്റ് വളരെ വലുതായിരിക്കും. ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. സ്വന്തം അനുഭവത്തിൽ ഞാൻ ആർക്കും പറഞ്ഞു തന്നില്ല. ഞാൻ ഏകദേശം ഒരുപാട് വർഷങ്ങളായിട്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. ഒരു 4 മണി 5 മണിക്ക് അപ്പുറത്തേക്ക് ഞാൻ അവധി ദിവസമാണെങ്കിൽ പോലും ഉറങ്ങാറില്ല. പക്ഷേ പകലുറങ്ങുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. പ്രിപ്പറേഷൻ്റെ ഒക്കെ സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ചോറ് കഴിച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ ഉറങ്ങുമായിരുന്നു, അല്ലെങ്കിൽ 1.5 മണിക്കൂർ ഉറങ്ങുമായിരുന്നു. കൂടുതൽ ഉറങ്ങിയ സമയം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്നല്ല, മടിയനായിരുന്നു, ശരിയാണ്. പക്ഷേ പ്രിപ്പറേഷൻ്റെ സമയത്ത് നമ്മുടെ മൈൻഡ് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിരിക്കണം. കാരണം നിങ്ങൾ ഇതിനേക്കാൾ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലൈഫിലേക്കാണ് ട്രെയിനിങ് കാലഘട്ടത്തിലോട്ട് നിങ്ങൾ പോകാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെന്താണ്, അവോയ്ഡ് അൺയൂഷ്വൽ നൈറ്റ് ഔട്ട്സ്. ചുമ്മാ ആവശ്യമില്ലാത്ത പുറത്തോട്ടൊക്കെ പോകുന്നത് കുറച്ച് നാളത്തേക്കൊന്ന് മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് പുറത്ത് പോകാം, നിങ്ങൾക്ക് കൂട്ടുകാരോട്ട് ആഘോഷിക്കുക, എല്ലാം ചെയ്യാം. പക്ഷേ നിങ്ങൾ വേറൊരു കാര്യമുണ്ടേ, നിങ്ങളിതെല്ലാം എനിക്ക് നാളെയും കൂട്ടുകാരോടെ പോകാമല്ലോ എന്നും പറഞ്ഞ് നിങ്ങളെ പഠിത്തത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യും. കുറേ കഴിയുമ്പോൾ നിങ്ങളിതൊന്നും വേണ്ടെന്ന് വയ്ക്കും. ജീവിതം അങ്ങനെ അങ്ങ് മാറും. മനുഷ്യനൊരു സ്വഭാവമുണ്ട്, വി ദ സ്ലേവ്സ് ഓഫ് ഹാബിറ്റ് എന്ന് പറയും. നമ്മുടെ ശീലങ്ങളുടെ അടിമകളാണ്, അല്ലേ? അതൊരു സിനിമയിൽ ദുൽഖറിൻ്റെ ക്യാരക്ടർ പറയുന്നത്, വി ദ സ്ലേവ്സ് ഓഫ് ഹാബിറ്റ്. ശരിക്കും അത് ശരിയാണ്. നമ്മുടെ ശീലങ്ങളുടെ അടിമയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ കുറേ ദിവസം ഇതൊരു ശീലമായിട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുമായിട്ട് അടിമപ്പെട്ടു പോകും. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് നല്ലതേ ഉണ്ടാവുള്ളൂ. ശരി. പിന്നെ അനാവശ്യമായിട്ട് അടിപിടികളിൽ പോയി ചാടുക, അങ്ങനെയുള്ള കോൺഫ്ലിക്ട്സ് ഒന്നും നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്താണോ, ജസ്റ്റ് ഡു വാട്ട് യുവർ മൈൻഡ് സേസ് എന്നുള്ള, ഡു വാട്ട് എവർ യുവർ ഇൻസ്റ്റിങ്ക്റ്റ് സേസ്, അല്ലേ? ഇപ്പം നിങ്ങളുടെ ഇൻസ്റ്റിങ്ക്റ്റ് എന്താണ് പറയുന്നത് അത് ചെയ്യുക. പിന്നെ ഈറ്റ് ഹെൽത്തി. നേരത്തെ പറഞ്ഞു, അതിനകത്ത് കുറച്ച് വെള്ളം, പിന്നെ നമ്മൾ നല്ല ആഹാരങ്ങൾ കഴിക്കുക. പുറത്ത് പോയി ചുമ്മാ മറ്റേ കരിച്ചതും പൊരിച്ചതും ഒക്കെ കഴിക്കാൻ നിൽക്കാതെ, നല്ലതാണ്. നിങ്ങൾ ക്രേവിങ്സ് ഉണ്ടാകുമ്പോൾ കുറച്ചൊക്കെ കഴിച്ചോ, പക്ഷേ അതൊന്ന് ലിമിറ്റ് ചെയ്യുക. അതൊക്കെ നമ്മളൊരു ഡിസിപ്ലിൻ്റെ ഭാഗമാണ്. കാരണം നിങ്ങൾ നാളെ ട്രെയിനിങ് ക്യാമ്പിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തീരെ പരിചയമില്ലാത്തൊരു ജീവിത സാഹചര്യത്തിലേക്കാണ് നിങ്ങൾ നാളെ പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ പോകുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് ഡിസിപ്ലിൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ പെട്ടെന്ന് അത് അഡാപ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം അവിടെ കിടന്ന് കഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ മാനിഫെസ്റ്റ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിന്തിക്കുക, ഞാൻ ഈ പരീക്ഷയിൽ ഇത്ര മാർക്ക് വാങ്ങിക്കുമ്പോൾ ഞാൻ എത്രമാത്രം സന്തുഷ്ടനാകും, എൻ്റെ വീട്ടുകാർ എത്രമാത്രം സന്തുഷ്ടരാകും, ഞാൻ എൻ്റെ അമ്മയടുത്ത് പോയിട്ട് എൻ്റെ റാങ്ക് പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്ത് സന്തോഷമാകും, പിന്നെ എൻ്റെ ബന്ധുക്കളോട് ഞാൻ പോയിട്ട് എൻ്റെ റാങ്ക് പറയുമ്പോൾ ബന്ധുക്കൾക്ക് എന്ത് സന്തോഷമാകും, എൻ്റെ സുഹൃത്തുക്കൾക്ക് എന്ത് സന്തോഷമാകും, സ്നേഹിക്കുന്ന ആൾക്ക് എന്ത് സന്തോഷമാകും. അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ സ്നേഹിക്കുന്ന ആളൊക്കെ ഉണ്ടെങ്കിലെന്നേ പറഞ്ഞുള്ളൂ, ഉണ്ടെങ്കിൽ അവർക്ക് എന്തുമാത്രം സന്തോഷമാകും, അവരൊക്കെ എത്ര മതിപ്പോടെ നമ്മളെ നോക്കും. ഇതൊക്കെ ഒന്ന് കീപ്പ് യു ഹെഡ് അപ്പ്. ഈവൻ ഇഫ് യു ഫെഡ് അപ്പ്, കീപ്പ് യു ഹെഡ് അപ്പ് എന്ന് പറയുന്ന പോലെ അങ്ങനെ അങ്ങ് ചെയ്താൽ മതി, സെറ്റാവും. പിന്നെ റൈറ്റ് ഡൗൺ യുവർ ടോപ്പിക്സ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ആ ഒരു വൈറ്റ് പേപ്പർ ടെക്നിക്കിൽ പറഞ്ഞൊരു കാര്യമാണ്. Day 1 Day 2 Day 3 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ടോപ്പിക്കുകൾ എഴുതി വെക്കുക. പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്ന് പറയുന്ന പോലെ റിവിഷൻ. ഞാൻ പറഞ്ഞു 1, 2 ഇത് റിവിഷൻ ആയിരിക്കണം, അടുത്ത് 3, 4 അടുത്ത റിവിഷൻ ആയിരിക്കണം, 5, 6 അടുത്ത റിവിഷൻ. ഇങ്ങനെ ഈ ഒരു സൈക്കിൾ ഇങ്ങനെ പോകണം. ഇങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നല്ലൊരു പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അടിപൊളിയായിട്ട് പഠിച്ചു സെറ്റാവും. ഓക്കെ ആണല്ലോ?
പിന്നെ ഇതാ വേറൊരു കാര്യം കൂടെ, നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾക്കുമായിട്ടുള്ള ഒരു ബാച്ച്, കോഡ് യൂണിഫോമിൻ്റെ ഭാഗമായിട്ടുള്ള കോഡ് യൂണിഫോമിൻ്റെ കുട്ടി ബാച്ച്, നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് മാത്രമുള്ളൊരു ബാച്ച് ഇപ്പോൾ നിലവിൽ നല്ല റിസൾട്ടോടുകൂടി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ആൾക്കാരാണ്. നിങ്ങൾ തന്ന പിന്തുണ തന്നെയാണ് ഈ ബാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു 20 മാർക്കിനുള്ള പോരാട്ടത്തിൽ നിങ്ങൾക്കൊരു മേൽക്കോയ്മ നേടിയെടുക്കാനായിട്ട് സാധിക്കും. എത്രയും പെട്ടെന്ന് ബാച്ചിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് അവിടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടുള്ള ഓത്തൻറ്റിക് കണ്ടന്റ് എന്നുള്ള സോഴ്സസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ കോഡ് യൂണിഫോം 2025 എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, അൾട്ടിമേറ്റ്ലി ഫോഴ്സിന് വേണ്ടി മാത്രമുള്ള ബാച്ച്. എല്ലാ ടോപ്പിക്സും ഇപ്പം ഇൻക്ലൂഡിങ് GK, മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ എല്ലാം അധിഷ്ഠിതമായിക്കൊണ്ട് സ്പെഷ്യൽ ടോപ്പിക്കും എല്ലാം ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഇൻക്ലൂഡ് ആണ്. മറ്റേ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സെപ്പറേറ്റ് ബാച്ചാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഗൈഡൻസും നിങ്ങൾ ഇനി റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട. കാരണം അതിന് 3 മാസമേ ഉള്ളൂ. യാതൊരു വിധത്തിൽ നിങ്ങൾ ഓൾറെഡി റിസ്ക് എടുത്ത് പഠിക്കുന്ന ആൾക്കാരാണ്. അവിടെ എന്ത് ചെയ്യുക, മറ്റൊരു റിസ്കിന് നിങ്ങൾ എടുക്കേണ്ട. നിങ്ങൾക്ക് ഇപ്രാവശ്യം ജോലി കിട്ടിയേ പറ്റും, നല്ല റാങ്ക് കിട്ടിയേ പറ്റും, 100-നകത്തൊക്കെ വരണം, അത് നമ്മളെയൊക്കെ വിളിച്ച് അറിയിക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളെ ഞങ്ങൾ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ബാച്ചിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു സന്തോഷ വർത്തമാനവും കൂടെ പറയാനുണ്ട്. നാളെ ഞങ്ങൾ സൂപ്പർ നോട്ട്സ് ഒരു മാരത്തോൺ രാവിലെ 9-9 തൊട്ട് ഒരു മാരത്തോൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അൾട്ടിമേറ്റ്ലി ഫോർ ഫോഴ്സ്, CPO, WCPO, CEO, ഫയർമാൻ എല്ലാ പരീക്ഷയുടെ ഡേറ്റും നമുക്കിവിടെ എത്തിക്കഴിഞ്ഞു. മെയ് 17 നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ വരുന്നുണ്ട്, ജൂലൈ 12 ഫയർമാൻ വരുന്നുണ്ട്, ജൂലൈ 19 WCPO, ജൂലൈ 26 CPO, എല്ലാ പരീക്ഷകളും അച്ചറ എത്തിക്കഴിഞ്ഞു. അപ്പം നിങ്ങളെ കുറച്ചുകൂടെ ഒന്ന് തീയാക്കാൻ വേണ്ടി, നിങ്ങളിൽ തീ ഇങ്ങനെ വാരി വിതറാൻ, നിങ്ങളിങ്ങനെ ഡ്രാഗൺ കുഞ്ഞുങ്ങളെ പോലെ കത്താനായിട്ട് ഞങ്ങളൊരു മാരത്തോണുമായിട്ട് ഓടാൻ നിങ്ങളുടെ അടുത്ത് വരികയാണ്. അപ്പോൾ എല്ലാവരും മാരത്തോണിൻ്റെ കൂടെ ഭാഗമാവുക, നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു പഠനകാലം നേരുന്നു. ഇതുപോലുള്ള സെഷൻസുമായിട്ട് ഞാൻ വീണ്ടും വരും. നമ്മൾ CPOയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു യജ്ഞം നമ്മൾ തുടങ്ങി കഴിഞ്ഞു. നമ്മളത് പിടിക്കും. ഇത്തവണ നിങ്ങൾ ടോപ്പിൽ വരാൻ നിങ്ങളെ ഞാൻ ആശംസിക്കുകയാണ്. ലിസ്റ്റുകൾ ചെറുതാവും. ആ ചെറിയ ലിസ്റ്റിൽ ടോപ്പിൽ വരിക, ജോലി വാങ്ങിച്ചെടുക്കുക. എല്ലാവർക്കും നല്ലൊരു ജീവിതം, നല്ലൊരു പഠനകാലം, നിങ്ങൾ സർവീസിൽ കയറിയിൽ ഓർക്കാൻ പറ്റുന്ന ഒരു പഠനകാലം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നമുക്ക് വീണ്ടും പുതിയൊരു സെഷനിൽ കാണാം. ഓക്കെ, ബൈ.